ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കം ലേണേഴ്സ് യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബാലൻസ് ദ കെമിക്കൽ ഇക്വേഷൻസ് എന്നുള്ള ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം കെമിക്കൽ ഇക്വേഷൻ എന്താണെന്നും വേരിയസ് ടൈപ്സിൽ വരുന്ന കെമിക്കൽ ഇക്വേഷൻസ്, കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അതായത് എങ്ങനെയാണ് നമുക്കൊരു ഇക്വേഷനെ ബാലൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നത്തിങ് ബട്ട് ഒരു റിയാക്ഷനിൽ നമ്മൾ ടേക്ക് പ്ലേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിയാക്റ്റൻസ് ആയാലും പ്രൊഡക്ട്സ് ആയാലും എലമെന്റ്സുകൾ ഈക്വൽ ആകുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് ഇസ് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. So elements on both sides of the equation which are equal, then we can say it is a balanced chemical equation. അല്ല എന്നുണ്ടെങ്കിൽ unbalanced എന്ന് പറയും. അപ്പോൾ ഒരു അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്യാം എന്നുള്ളതാണ് ഈ സ്ലൈഡ്സിൽ നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പോൾ we can go to the slides. Okay, here I given you an exercise which is balance the following chemical equation. So how can balance it? Okay, we can go to that slides. Here HNO3 which is nitric acid and calcium hydroxide CaOH twice react together to forming CaNO3 twice, calcium nitrate and water as products. So the reactants which represented as R here and the products which represented as P. So the reactants which react together to forming the product P. But this equation is not a balanced equation. അതെന്താ ബാലൻസ്ഡ് അല്ല എന്ന് പറയുന്നത്? അതിൽ നോക്കൂ, ഇവിടെ എലമെന്റ്സുകൾ റിയാക്റ്റൻസ് ആയാലും പ്രൊഡക്ട്സ് ആയാലും കൺസിഡർ ചെയ്യുന്ന സമയത്ത് എലമെന്റ്സിന്റെ എണ്ണത്തിൽ സെയിം ആയിരിക്കില്ല. ഇപ്പൊ അത് നമുക്ക് കൗണ്ട് ഡൗൺ ചെയ്യണം. അതായത് എലമെന്റ്സുകൾ കൗണ്ട് ഡൗൺ ചെയ്യാം. റിയാക്റ്റൻസ് ആയാലും കൗണ്ട് ഡൗൺ ചെയ്യണം, പ്രൊഡക്ട്സ് ആയാലും കൗണ്ട് ഡൗൺ ചെയ്യണം. എന്നിട്ട് കൗണ്ട് ഡൗൺ ചെയ്തിട്ട് എലമെന്റ്സുകൾ ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ വിച്ച് ഈസ് നോട്ട് എ ബാലൻസ്ഡ് ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ബാലൻസിങ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പം ലെറ്റ്സ് മൂവ് ഓൺ ടു ദാറ്റ് സ്ലൈഡ്. റിയാക്റ്റൻസ് സൈഡിൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജൻ വിച്ച് ഈസ് in nitric acid only one hydrogen and OH twice which contains two hydrogens, hence 1 plus 2 giving 3, and nitrate group which is 1 and oxygen which is in HNO3 3 and the calcium hydroxide which contains 2, so 5 oxygens are there. Yes, and calcium which is only 1. So the reactant side നമ്മൾ count down ചെയ്തെടുത്തു അല്ലേ? ഇനി നമുക്ക് പ്രൊഡക്റ്റ് സൈഡിലേക്ക് പോകാം അല്ലേ? പ്രൊഡക്റ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് calcium which is 1 and nitrate which is 2 and oxygen which is 1. Okay, oxygen which is 1 in water and hydrogen which is 2. So ഇവിടെ എന്താണ്? ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് റിയാക്റ്റൻസ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും എലമെന്റ്സിന്റെ എണ്ണം ഈക്വൽ അല്ല. ഏത് എലമെന്റ് അവിടെ ഈക്വൽ ആയിട്ട് വരുന്ന? ഓൺലി കാൽസ്യം മാത്രം 1 ഈക്വൽ ആയിട്ട് വരുന്നു. ബാക്കി എല്ലാത്തിലും എന്താണ്? എലമെന്റ്സ് ഈക്വൽ അല്ല. അപ്പൊ നമുക്ക് അതിനെ എന്ത് ചെയ്യണം? ബാലൻസിങ് കറക്റ്റ് ആക്കാനായിട്ട് എന്ത് ചെയ്യണം? എലമെന്റ്സുകൾ ഈക്വൽ ആക്കി മാറ്റണം, എന്നാൽ അത് ബാലൻസിങ് ആവുള്ളൂ. സോ ഹൗ ടു ബാലൻസ്? എങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റും? നമ്മൾ നോക്കൂ, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് നൈട്രേറ്റ് ഗ്രൂപ്പിലേക്ക് പോകാം. നൈട്രേറ്റ് ഗ്രൂപ്പ്. സോ ഇവിടെ നൈട്രേറ്റ് ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താണ്? നൈട്രേറ്റ് ഗ്രൂപ്പ് 2 ഹിയർ അല്ലേ? 2 ഹിയർ ആണ് എവിടെ? പ്രൊഡക്റ്റ് സൈഡിൽ. സോ എന്ത് ചെയ്യണം? ഈ നൈട്രേറ്റ് അടങ്ങിയിട്ടുള്ള HNO3 ഒരു 2 പുട്ട് ചെയ്ത് കൊടുക്കാം, ഒരു 2 ഇട്ട് കൊടുക്കാം. അപ്പോൾ അവിടെ എന്തായി? 2HNO3 എന്നായി. അപ്പോൾ നൈട്രേറ്റ് ഗ്രൂപ്പിന്റെ നൈട്രേറ്റ് എന്തായി? അവിടെ ബാലൻസ്ഡ് ആയി അല്ലേ? അതെ, നൈട്രേറ്റ് എന്തായി? ബാലൻസ്ഡ് ആയി. അതാണ് ഞാൻ ഈ സ്ലൈഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി ബാലൻസിങ് ഫുൾ ആയിട്ടില്ല, നമുക്ക് കണ്ടിന്യൂ ചെയ്യണം. അപ്പം വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, അപ്പൊ അവിടെ ബാലൻസിങ് കറക്റ്റ് ആയിട്ടില്ല. ഇനിയും ഉണ്ടല്ലേ ബാലൻസിങ്? ഇനിയും ഉണ്ട്. അപ്പൊ എങ്ങനെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ബാലൻസിങ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഹൗ ക്യാൻ ബാലൻസ്? ഇവിടെ എന്താണ്? ഇനി നമുക്ക് കാൽസ്യത്തിനെ ബാലൻസ് ചെയ്യണം അല്ലെ? കാൽസ്യത്തിനെ ബാലൻസ് ചെയ്യണം. കാൽസ്യത്തിനെ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ റിയാക്റ്റൻറ്റ് സൈഡിൽ എത്രയുണ്ട്? ഒരു കാൽസ്യം അല്ലെ? പ്രൊഡക്റ്റ് സൈഡിൽ ഒരു കാൽസ്യം തന്നെയാണ്. അപ്പോൾ കാൽസ്യത്തിന് ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. ദിസ് ഈസ് ഓൾറെഡി ബാലൻസ്ഡ് ആണ്. സോ എന്തിനാ ബാലൻസ് ചെയ്യണം? ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഹൈഡ്രജൻ നോക്കാം അല്ലെ? ഹൈഡ്രജൻ എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യുന്ന സമയത്തും ഇവിടെ റിയാക്റ്റൻറ്റ് സൈഡിൽ ഇപ്പൊ എത്ര ഹൈഡ്രജൻ ആയി? 2 ഹൈഡ്രജൻ ഉണ്ട് ഇവിടെ HNO3. കാരണം ഇവിടെ ഒരു 2 പുട്ട് ചെയ്തുല്ലോ നമ്മൾ ആദ്യം തന്നെ. അതായത് ആ നൈട്രേറ്റ് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഒരു 2 പുട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പൊ ഇവിടെ എന്തായി നൈട്രിക് ആസിഡ് HNO3 എന്തുണ്ട് ഒരു 2 ഉണ്ടല്ലോ. അപ്പൊ അവിടെ എന്തായി ഒരു 2 ഹൈഡ്രജൻസ് ഉണ്ട്. ആൻഡ് OH ടോയ്സിൽ എത്ര ഹൈഡ്രജൻസ് ഉണ്ട്? 2 ഹൈഡ്രജൻസ് ഉണ്ട്. ടോട്ടൽ എത്ര ഹൈഡ്രജൻസ് ഉണ്ട്? 4 ഹൈഡ്രജൻസ് ഉണ്ട്. സോ റിയാക്റ്റൻസ് സൈഡിൽ എത്ര ഹൈഡ്രജൻസ് ഉണ്ട്? 4 ഹൈഡ്രജൻസ് ഉണ്ട്. അപ്പൊ എന്താണ് ഓട്ടോമാറ്റിക്കലി പ്രൊഡക്റ്റ് സൈഡിലും 4 വരണം അല്ലേ? അതെ 4 വരണം. അപ്പൊ എന്ത് ചെയ്യണം? ഈ H2O വരുന്ന ഈ ഒരു കേസിൽ ഒരു 2 പുട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അതെ അതന്നെ ഒരു 2 പുട്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ അവിടെ എന്ത് വരും? 4 ഹൈഡ്രജൻസ് വരും. അപ്പോൾ കറക്റ്റ് ആയില്ലേ? റിയാക്റ്റൻസ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും എന്തുണ്ട്? 4 ഹൈഡ്രജൻസ് ഉണ്ട്. അപ്പോൾ ഹൈഡ്രജന്റെ കാര്യം ബാലൻസ്ഡ് ആയി. ഓക്കെ സെറ്റ്. ദെൻ വി ക്യാൻ ഗോ ടു ഓക്സിജന്റെ കാര്യം എങ്ങനെയാ വരുന്നത് നോക്കുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഓക്സിജൻ റിയാക്റ്റൻസ് സൈഡിൽ കൺസിഡർ ചെയ്യാം. ഇവിടെ എത്ര ഓക്സിജൻസ് ഉണ്ട്? 6 ഓക്സിജൻ ആൻഡ് സോറി 6 അല്ല, ഇവിടെ ഓക്സിജൻസ് അത് നൈട്രേറ്റ് ഗ്രൂപ്പ് ആണല്ലോ. അപ്പൊ അതിന് നമ്മൾ കൺസിഡർ ചെയ്യണ്ട. ഇവിടെ എന്താണ് OH ചോയ്സിൽ ഒരു 2 ഓക്സിജൻസ് ഉണ്ട്. ആൻഡ് ഇവിടെ ഒരു 2 പുട്ട് ചെയ്ത് കൊടുത്തുല്ലോ വാട്ടറിന്റെ അവിടെ. അപ്പൊ അവിടെയും ഓൾറെഡി എന്തുണ്ട്? ഒരു 2 ഉണ്ട്. അപ്പൊ അവിടെ 2 ഓക്സിജൻസ് ഉണ്ട്. അപ്പം എന്താണ്? ഓക്സിജൻ എന്തായി? ബാലൻസ്ഡ് ആയി. സോ ഹിയർ ദിസ് ഇക്വേഷൻ ഈസ് കംപ്ലീറ്റ്ലി ബാലൻസ്ഡ് ആയി എന്ന് പറയാം അല്ലെ? അതെ ബാലൻസ്ഡ് ആയി. സോ ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഈസ് ഏതാണ്? 2HNO3 plus CaOH twice giving CaNO3 twice plus 2 water. ഓക്കെ, അപ്പൊ അത് നമ്മൾ ബാലൻസിങ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു ഇക്വേഷനിലേക്ക് പോയാലോ? റെഡി അല്ലേ? നമുക്ക് നെക്സ്റ്റ് ഇക്വേഷനിലേക്ക്. നെക്സ്റ്റ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ഇതേപോലെ തന്നെ ബാലൻസിങ് തന്നെയാണ് അവിടെയും വരുന്നത്. NaOH പ്ലസ് NaOH എന്താ? സോഡിയം ഹൈഡ്രോക്സൈഡ് റിയാക്ട് വിത്ത് സൾഫ്യൂരിക് ആസിഡ് H2SO4 ഫോമിങ് Na2SO4. ഓക്കെ, സോഡിയം സൾഫൈറ്റ് ആൻഡ് വാട്ടർ formed, but this is not a balanced equation അല്ലേ? ബാലൻസ്ഡ് അല്ല എന്ന് എന്താ പറയുന്നത്? അതൊന്ന് നോക്കി ബാലൻസ്ഡ് ആണോ എന്ന്. ഇവിടെ സോഡിയം എത്രയുണ്ട്? റിയാക്റ്റൻസ് സൈഡിൽ ഒരു സോഡിയം അല്ലേ? ഓക്സിജൻ 1 and hydrogen is 1, but in H2SO4 hydrogen is 2, so 1 plus 2 giving 3 and sulfate group is 1. സോ ഇവിടെ പ്രൊഡക്റ്റ് സൈഡിൽ എത്ര സോഡിയം ഉണ്ട്? Na 2 അല്ലേ? സൾഫേറ്റ് എത്രയുണ്ട്? 1 and hydrogen in water is 2 and oxygen is 1. So the number is not equal in both sides, the reactant side and product side. So how can we balance this equation? എങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റും നോക്കി നോക്കൂ. ഇവിടെ ബാലൻസ് ചെയ്യുന്ന സമയത്തും അതായത് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നോക്കാം, നമുക്ക് സോഡിയത്തിന് നോക്കാം. സോഡിയം ഇവിടെ ബാലൻസ്ഡ് ആണോ? റിയാക്റ്റന്റ് സൈഡിൽ 2 ആണ്, പ്രൊഡക്റ്റ് സൈഡിൽ എത്രയാണ്? 2 ആണ്. സോ സോഡിയം ബാലൻസ്ഡ് അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 2 ഇട്ട് കൊടുക്കണം. അപ്പൊ ഇവിടെ എന്തായി? 2 NaOH ആയി. സോ ഇറ്റ് ഈസ് ബാലൻസ്ഡ് അല്ലെ? 2 സോഡിയം വന്നു, ഇവിടെയും 2 സോഡിയം ബാലൻസ്ഡ് ആയി. അപ്പൊ ഇവിടെ എന്തായി? ഓക്സിജൻ 2 ആയി, ഹൈഡ്രജൻ എന്തായി? 2 ആയി. അപ്പൊ ഹൈഡ്രജൻ ഇവിടുത്തെ NaOHലത്തെ 2ഉം H2SO4ലത്തെ 2ഉം കൂടി ചേർന്ന് 4 ഹൈഡ്രജൻസ് ആയി അല്ലെ? അപ്പൊ ഇവിടെ എന്താണ്? 2 ഹൈഡ്രജൻസേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യേണ്ട വരും? ഒരു 2 പുട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്നാലാണ് എന്ത് ചെയ്യുള്ളൂ? അത് ബാലൻസ്ഡ് ആവുള്ളൂ. അപ്പൊ അവിടെ ഒരു 2 പുട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ഓട്ടോമാറ്റിക്കലി 2 വാട്ടർ എന്ന് വരും അല്ലെ? അപ്പൊ അവിടെ എന്തായി? ഓക്സിജൻ 2 വന്നു. ആൻഡ് ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക. അതെ NaOHല് എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻസ് ആണ്. പിന്നെ സൾഫേറ്റ് ഗ്രൂപ്പ് ഈസ് 1 ആൻഡ് പ്രൊഡക്റ്റ് സൈഡ് ഓൾസോ 1. സോ സൾഫേറ്റ് ഗ്രൂപ്പ് ഓൾസോ ബാലൻസ്ഡ്. ഇപ്പൊ ഈ ഇക്വേഷൻ എന്തായി? ബാലൻസ്ഡ് ആയി. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഒരു ഇക്വേഷൻ എന്ത് ചെയ്യാൻ പറ്റുക? ബാലൻസ്ഡ് ആക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 സൈഡും അറ്റ് എ ടൈം കൺസിഡർ ചെയ്തിട്ട് അവിടെ എങ്ങനെയാണ് കൗണ്ട് ഡൗൺ ചെയ്യുക? എലമെന്റ്സുകളുടെ എണ്ണം കൗണ്ട് ഡൗൺ ചെയ്യുക. കൗണ്ട് ഡൗൺ ചെയ്യുമ്പോൾ റിയാക്റ്റന്റ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും ഈക്വൽ ആയി വരാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ ബാലൻസ്ഡ് ആവും. ഈക്വൽ അല്ലെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ ബാലൻസിങ് ആക്കാം എന്നുള്ളത് ഓരോരോ നമ്മൾ നമ്പേഴ്സ് ഇട്ട് കൊടുത്തിട്ട് അതിനനുസരിച്ചിട്ട് കറസ്പോണ്ടിങ് അപ്പുറത്തെ സൈഡിലും അതിനനുസരിച്ച് വരണം. എന്നാലാണ് അവിടെ എന്ത് ചെയ്യുള്ളൂ? ബാലൻസിങ് ആവുള്ളൂ. 2 ഇതിലും ഒരേപോലെ വരണം, എന്നാലാണ് അത് എന്താവുള്ളൂ? ബാലൻസിങ് ആവുള്ളൂ. ഇനി ദിസ് ഈസ് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ 2 NaOH plus H2SO4 giving Na2SO4 plus 2 water. So the equation is balanced. ഇനി അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. റെഡി അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാട്ടോ. ഇതേപോലെ തന്നെ. So let's move on to the next question. Yeah, next question. NaCl plus AgNO3 giving AgCl plus NaNO3. NaCl എന്താ? sodium chloride and AgNO3 which is silver nitrate. So sodium chloride and silver nitrate are the reactants which react together to forming the product which is silver chloride and NaNO3 sodium nitrate are formed. So reactant side വരുന്നത് NaCl AgNO3 and product side വരുന്നത് AgCl NaNO3. എങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റും? ബാലൻസ് ചെയ്യുക എന്നുള്ളത് നോക്കും. യെസ്, ഇവിടെ ഹിയർ ദ റിയാക്റ്റന്റ് സൈഡിൽ എത്ര സോഡിയം ഉണ്ട്? ഒരു സോഡിയം അല്ലേ? ആൻഡ് ക്ലോറിൻ 1
and reactant side എത്ര Ag ഉണ്ട് silver ഉണ്ട് 1 and nitrate which is also 1. ഇവിടെ നോക്ക് silver in product side 1 and chlorine also 1. Na sodium which is 1 and NO3 which is 1. So the reactant side and product side are equal in number, only 1. Na is 1 and chlorine is 1. Ag is 1 and NO3 is 1. Both are equal in reactant side and product side. So this is a balanced chemical equation. Already ഇത് balanced ആണ്. നമ്മൾ ബാലൻസ് ചെയ്യേണ്ട വന്നില്ല, ഇത് ബാലൻസ്ഡ് ആയിരുന്നു. അപ്പൊ പിന്നെ എന്തിനാ ബാലൻസ് ചെയ്ത് കഷ്ടപ്പെടുന്നത്? ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. സോ ബാലൻസിങ് അവിടെ വേണ്ട. ഓക്കെ, അപ്പൊ NaCl plus AgNO3 giving AgCl plus NaNO3 is already balanced equation. സോ എന്തിനാണ് ബാലൻസ് ചെയ്ത് കഷ്ടപ്പെടുന്നത്? അതിന്റെ ആവശ്യമില്ല, ബാലൻസ്ഡ് ആണ്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. BaCl2 plus H2SO4 giving BaSO4 plus HCl. സോ എങ്ങനെ ഈ ഇക്വേഷനെ ബാലൻസ് ചെയ്യാൻ നോക്കാം. ഇവിടെ ആദ്യം നമുക്ക് കൗണ്ട് ഡൗൺ ചെയ്ത് നോക്കാം അല്ലെ. ഫസ്റ്റ് സ്റ്റെപ്പ് കൗണ്ട് ഡൗൺ ആണ്, അപ്പൊ അത് മറക്കരുത്, അത് ചെയ്ത് നോക്കാം. അപ്പോൾ barium is 1 and chlorine is 2 in the reactant side and hydrogen which is 2 and sulfate group is 4. So the reactant side നമ്മൾ കൗണ്ട് ഡൗൺ ചെയ്തു അല്ലെ. ഇനി പ്രൊഡക്റ്റ് സൈഡ് കൗണ്ട് ഡൗൺ ചെയ്യും. barium which is 1 and sulfate which is 4. HCl ൽ നമ്മൾ എത്ര ഉണ്ട്? ഹൈഡ്രജൻ 1 ആണ് and chlorine 1 ആണ്. സോ ഇവിടെ ബാരിയം ഓൾറെഡി ബാലൻസ്ഡ് ആണ് അല്ലെ. ബാരിയം ബാലൻസ്ഡ് ആണ്, സൾഫേറ്റും ബാലൻസ്ഡ് ആണ്. അതെ, കാരണം 4 4 തന്നെയാണ് വരുന്നത്. അപ്പൊ അതും SO4 which is സോറി കേട്ടോ, SO4 അത് എഴുതിയാൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അത് ഒന്ന് തിരുത്തണം. SO4 സൾഫേറ്റ് ഗ്രൂപ്പ് നമ്മൾ ഒരുമിച്ച് പറയാം SO4. അപ്പം which is also 1. ഓക്കെ, അത് നമ്മൾ 1 എന്ന് പറയുള്ളൂ. അത് ഞാനിവിടെ 4 എന്നാണ് എഴുതിയേക്കുന്നത്, അതൊന്നും ഒരു മിസ്റ്റേക്ക് ആണ്. അപ്പൊ അത് 1 എന്ന് എഴുതിയാൽ മതി കേട്ടോ, ഒരു സൾഫേറ്റ് ഗ്രൂപ്പ് എന്നുള്ള ഒരു മീനിങ്ങിൽ. നെക്സ്റ്റ് എന്താണ്? ഹൈഡ്രജൻ നോക്ക്. ഹൈഡ്രജൻ വിച്ച് ഇസ് 2 ഇൻ ദ റിയാക്ടന്റ് സൈഡ് ബട്ട് പ്രൊഡക്റ്റ് സൈഡ് ഈസ് ഓൺലി 1. സോ ബാലൻസ് ചെയ്യണം അല്ലേ. അപ്പൊ ബാലൻസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? നമ്മളൊരു 2 ഇവിടെ പുട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. 2HCl എന്ന് വരും. അപ്പോൾ നമുക്ക് എന്തായി? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആയി. നോക്കി നോക്ക്, BaCl2 plus H2SO4 giving BaSO4 plus 2HCl. ഇനി കൗണ്ട് ഡൗൺ ചെയ്യും. ബാരിയം 1 ആണ് റിയാക്ടന്റ് സൈഡിൽ, പ്രൊഡക്റ്റ് സൈഡിലും 1 ആണ്. ക്ലോറിൻ 2 ആണ് എവിടെ? റിയാക്ടന്റ് സൈഡിൽ. product side chlorine 2 ആണ്. and hydrogen 2 ആണ് in the reactant side, product side 2. and sulfate which is SO4 ഒരുമിച്ച് പറയാതുകൊണ്ട് 1 എന്ന് പറയുള്ളൂ. ഞാൻ ഇവിടെ 4 എന്ന് എഴുതിയേക്കണം, ആ ഒരു മിസ്റ്റേക്ക് ഒന്ന് മാറ്റിക്കോളൂ. പിന്നെ and sulfate in the product side also 1. so this is a balanced equation അല്ലേ. ബാലൻസ്ഡ് ആയല്ലേ ഇക്വേഷൻ, ബാലൻസ്ഡ് ആയി. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇക്വേഷൻ ബാലൻസ് ചെയ്യുക. ഈ ഒരു രീതി ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ എന്ത് ചെയ്യാൻ പറ്റും? ബാലൻസിങ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് എന്താണ്? Mg plus O2 giving MgO. This is not a balanced അല്ലേ. മെഗ്നീഷ്യം 1 ഉള്ളൂ, ഓക്സിജൻ 2 ഉള്ളൂ. and MgO ആണെങ്കിൽ മെഗ്നീഷ്യം 1 ആണ്, ഓക്സിജൻ 1 ആണ്. സോ Mg ഓൾറെഡി ബാലൻസ്ഡ് ആയിട്ടുണ്ട്. പക്ഷെ ഓക്സിജൻ 2 ഉണ്ട് ഇവിടെ റിയാക്ടന്റ് സൈഡിൽ, പക്ഷെ പ്രൊഡക്റ്റ് സൈഡിൽ 1 ഉള്ളൂ. അപ്പൊ ബാലൻസ്ഡ് അല്ല അല്ലേ. അപ്പൊ ഇവിടെ ഒരു 2 MgO ഒന്ന് പുട്ട് ചെയ്തെന്ന് വെക്കാം നമ്മൾ പ്രൊഡക്റ്റ് സൈഡിൽ. അപ്പൊ ഓട്ടോമാറ്റിക്കലി 2 Mg എന്ന് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ 2 Mg plus O2 giving 2 MgO എന്ന് വരും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഇതുവരെ പഠിച്ചതൊക്കെ കുറച്ചും കൂടി കോംപ്ലക്സ് ആയിരുന്നു, കുറച്ചും കൂടി ഡെപ്തിൽ ഉണ്ടായിരുന്നു അല്ലെ, കുറച്ചും കൂടി ബാലൻസിങ് സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ കൺസിഡർ ചെയ്ത് നോക്ക്. മെഗ്നീഷ്യം എത്രയുണ്ട്? റിയാക്ടന്റ് സൈഡിൽ 2. അതെ, പ്രൊഡക്റ്റ് സൈഡിൽ എത്രയുണ്ട്? 2. ഓക്സിജൻ എത്രയുണ്ട്? റിയാക്ടന്റ് സൈഡിൽ 2 ആൻഡ് പ്രൊഡക്റ്റ് സൈഡ് ഓൾസോ 2. സോ ബാലൻസിങ് ആയില്ലേ, അവിടെ ബാലൻസിങ് നടന്നു. നെക്സ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണ്? Al2SO4 thrice. Aluminium sulfate barium chloride BaCl2 which react together to forming AlCl3 and BaSO4. barium sulfate ആണ് ഫോം ചെയ്യുന്നത്. സോ ഈ ഇക്വേഷൻ എങ്ങനെ ബാലൻസ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഈ സ്റ്റെപ്സുകൾ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യുക. കൗണ്ട് ഡൗൺ ചെയ്യണം ഫസ്റ്റ് സ്റ്റെപ്പായിട്ട്. കൗണ്ട് ഡൗൺ ചെയ്യുമ്പോൾ റിയാക്ടന്റ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും ആദ്യം തന്നെ കൗണ്ട് ഡൗൺ ചെയ്യുമ്പോൾ ഈക്വൽ ആണോ എന്ന് നോക്കാം. ഈക്വൽ ആണെങ്കിൽ പിന്നെ ബാലൻസ് ചെയ്യേണ്ട വരില്ല. ഈക്വൽ അല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് എലമെന്റ്സ് എണ്ണം, അതായത് നമ്പേഴ്സ് പുട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ റിയാക്ടന്റ് സൈഡിൽ പുട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് സൈഡിൽ അതിനനുസരിച്ച് പുട്ട് ചെയ്യണം, എന്നാലാണ് അത് ബാലൻസിങ് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ അത് ബാലൻസിങ് ആക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? Al2SO4 thrice plus 3 BaCl2 giving 2 AlCl3 plus 3 BaSO4 എന്ന് കിട്ടും. സോ ഇക്വേഷൻ എന്താവും? ബാലൻസ്ഡ് ആവും അല്ലേ. അതെ, ഇനി ഞാൻ കുറച്ച് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് തരുന്നുണ്ട് നെക്സ്റ്റ് സ്ലൈഡ്സിൽ. അപ്പോൾ അത് പോവാം. ഓക്കെ,
നെക്സ്റ്റ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, ഒരു 5 ക്വസ്റ്റ്യൻസ് ഉള്ളൂ കേട്ടോ. അത് ആക്ടിവിറ്റി പോലെ കൊടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇത് ചെയ്തിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കി നോക്കും. അതായത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, ഇത് ബാലൻസ് ചെയ്യാനായിട്ടാണ്. ഇത് ബാലൻസ്ഡ് ആവില്ല, അപ്പൊ ഇതിനെ ബാലൻസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൗണ്ട് ഡൗൺ ചെയ്യണം. കൗണ്ട് ഡൗൺ ചെയ്തിട്ട് എണ്ണം ഈക്വൽ ആണെങ്കിൽ ബാലൻസ് ചെയ്യണ്ട, ഈക്വൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഡക്റ്റ് സൈഡിൽ ബാലൻസ് ചെയ്യുന്നതിനനുസരിച്ച് റിയാക്ഷൻ സൈഡിൽ ബാലൻസ് ചെയ്ത് വരണം. എലമെന്റ്സ്, അതായത് എലമെന്റ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്പേഴ്സ് പുട്ട് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ പുട്ട് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും ഈക്വൽ ആക്കി മാറ്റണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബാലൻസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ബാലൻസിങ് കറക്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ എന്തായി, ബാലൻസ് ആയി എന്ന് പറയും. അപ്പം എക്സാമിന് ഇങ്ങനത്തെ ബാലൻസ് ചെയ്യാൻ റൈറ്റ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദിസ് ഫോം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും. ദി ഫോളോയിങ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ എങ്ങനെ ചെയ്യണം, നമ്മൾ ഇങ്ങനെ കൗണ്ട് ഡൗൺ ചെയ്ത് ഈക്വൽ ആക്കി എലമെന്റ്സ് രണ്ട് സൈഡിലും ഈക്വൽ ആക്കിയിട്ട് ബാലൻസിങ് ആക്കണം. എന്നിട്ട് എടുത്തെഴുതണം, ദിസ് ഈസ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് എടുത്തെഴുതണം. അപ്പോൾ ഇതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നോക്ക്, ഉണ്ടെങ്കിൽ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ ചോദിക്കാം. ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോസിലെല്ലാം ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.